ജീവിതത്തിൽ ഒറ്റപ്പെടലിലൂടെയും പരാജയത്തിലൂടെയും വേദനയിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനെയും ശക്തിപ്പെടുത്തുന്ന അതിശക്തമായൊരു വചനഭാഗമുണ്ട്. ഉൽപ്പത്തി 39 അധ്യായത്തിൽ അതിന് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജോസഫ്, അടിമച്ചന്തയിൽ വിവസ്ത്രനായി നിൽക്കുന്ന ജോസഫ്, അതായത് സ്വന്തം രക്തബന്ധത്തിൽ ഉള്ള സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് ഒറ്റിക്കൊടുക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട് അവിടെ നിന്ന് ഇസ്മായിലിയരെ എടുത്തുകൊണ്ട് പോയി അടിമച്ചന്തയിൽ വിൽക്കുവാൻ നിർത്തിയിരിക്കുന്ന ജോസഫ്. ആ ജോസഫിന്റെ തകർന്ന അവസ്ഥയിൽ അടിമച്ചന്തയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വിവസ്ത്രനായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ, 4 വശയിൽ നിന്ന് മനുഷ്യർ നിങ്ങളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒരുപാട് നീറിപ്പോകുന്ന അവസ്ഥകൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നതിലും കഴിയുന്നതിനും അപ്പുറമായ വേദനയ്ക്കുള്ളിലൂടെ നിങ്ങളിൽ ആരെങ്കിലും ഇന്നേ ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഉൽപ്പത്തി 39:2 നമ്മൾ കാണുന്നു, ജോസഫിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവന് എല്ലാ കാര്യങ്ങളിലും ശ്രേയസ്സുണ്ടായി. ലോകത്തിലുള്ള സകല മനുഷ്യരും നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അറിയുന്ന, നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ ഒരു ദൈവമുണ്ട്. ആ ഈശോ നിന്റെ കൂടെയുണ്ട്. ആ ഈശോയുടെ സാന്നിധ്യം നിന്നെ വിജയത്തിലെത്തിക്കും. ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി ജോസഫിനെ മാറ്റിയ ദൈവം നിന്റെയും ദൈവമാണ്. ആ ദൈവം നിന്റെ പരാജയങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ആ ദൈവം നിന്റെ നിന്ദനങ്ങളെ, ഇന്ന് നീ കടന്നു പോകുന്ന അപമാനങ്ങളെ, നിന്ദനങ്ങളെ ഒരു കാലഘട്ടത്തിൽ നീ പറയും, എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്ന് അതെനിക്ക് ആനന്ദം, എനിക്ക് വിജയം നൽകി. എനിക്ക് ഇന്ന് ഞാൻ നിൽക്കുന്ന ആനന്ദത്തിന്റെ കാരണം, ഇന്ന് ഞാൻ നിൽക്കുന്ന വിജയത്തിന്റെ കാരണം എൻ്റെ ദൈവമാണെന്ന് നിങ്ങൾ പറയുന്ന തരത്തിൽ നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റുവാൻ പോകുന്നു. ആ ദൈവത്തിൽ വിശ്വസിക്കാം. ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഗോഡ് ബ്ലെസ് യു.